ഹർഷൽ ആർ മീണ സാറാണ് IAS ഡയറക്ടർ ഹൈഡ ടൂറിസം സാറിനെ ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു. It was the vision of Honorable Sir that a miniature model be made and people be allowed to enter there. And today we are happy that KHTC is being given permissive sanction to start the work for the miniature model, and it will mark a very important milestone for the overall tourism potential of Idiki in general and also for the state of Kerala. നമ്മുടെ ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി സാറിനെ ഓൺലൈൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ജനറൽ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, ബഹുമാനപ്പെട്ട MP കുര്യക്കോസ്, ഹർഷൽ മീണ, ഡയറക്ടർ ഹൈഡൽ ടൂറിസം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, മറ്റു KCBയുടെ ഡയറക്ടർ, എല്ലാ കളക്ടർ, മറ്റു വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഇടുക്കിയുടെ വികസനത്തിൽ തങ്കലിപികളായി എഴുതി വെക്കേണ്ട ഒരു സുദിനമാണ് എന്ന് ഈ സന്തോഷമോത്തിൽ നേരിട്ട് പങ്കെടുക്കുവാൻ കഴിയാത്ത എനിക്ക് വലിയ വിഷമമുണ്ട്. എങ്കിലും ജനപക്ഷ വികസനത്തിന്റെ മുൻഗണന നൽകുന്ന നമ്മുടെ സർക്കാരിന്റെ ഈ നേട്ടം എന്നോടൊപ്പം ആഘോഷിക്കാൻ എന്റെ മനസ്സിലും സാന്നിധ്യവും ആഗ്രഹമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനെ ഞാൻ പ്രത്യേകം വരുന്നതിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇടുക്കിയെ സ്നേഹിക്കുന്ന, ഇടുക്കിയുടെ വികസനത്തിനായി അഹോരാത്രം പ്രയത്നിക്കുന്ന അദ്ദേഹത്തിന്റെ നിരന്തരമായ പ്രോഗ്രാമുകളാണ് ഈ പദ്ധതികളെല്ലാം ഇന്ന് യാഥാർത്ഥ്യമാക്കിയത്. ദിവസത്തിലുള്ള തടസ്സങ്ങൾ നീക്കാനും KSEBയുമായി ബന്ധപ്പെട്ട് മൂല്യമാനം പരിഹരിക്കുന്ന പദ്ധതി കിട്ടാനും സൃഷ്ടാതെ മാതൃകാപരമാണ്. നമ്മുടെ LDF സർക്കാർ വാക്കിലെല്ലാം പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നത്. വികസനം എന്നാൽ കെട്ടിടങ്ങൾ മാത്രമല്ല, ജനങ്ങളുടെ ജീവനിലവാരം ഉയർത്തുന്നതാണ്. ആ ലക്ഷ്യത്തിനോടാണ് ഹൈഡൽ ടൂറിസം മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുന്നത്. കുളമാവിൽ ഒരു മനോഹരമായ മിനി പാർക്ക് ഒരുക്കിയിരിക്കുന്നു. മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമാണ്. മൂലമറ്റം പവർ ഹൗസ് മാതൃക ഏഷ്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയമായ മൂലമറ്റം പവർ ഹൗസ് കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ അത് എപ്പോഴും സാധ്യമാകില്ല. ഇതിന്റെ പരിഹാരമായി പവർ ഹൗസിന്റെ ഒരു കൃത്യമായ മിനി നേച്ചർ മാതൃക പൊതുജനങ്ങൾക്ക് കാണാനായി നിർമ്മിക്കും. ഇതിനായി KSEBയുടെ 1.5 ഏക്കർ ഭൂമി കൈമാറുന്ന നടപടിക്ക് തുടക്കമാവുകയാണ്. ഇതിന്റെ പുറമെ ഇടുക്കി ലേസർ ഷോയുടെ പദ്ധതിയിലെ സ്ഥിരാസ്ഥാപനവും ഇന്ന് നടത്തുന്നുണ്ട്. അതായത് ഫെബ്രുവരി 12 ഇടുക്കി പദ്ധതിക്ക് രാഷ്ട്രത്തിന് സമർപ്പിച്ചിട്ട് 50 വർഷത്തിന് എന്നിവയുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വടക്കേപ്പുഴ ഹൈഡൽ ടൂറിസം പദ്ധതി, കുളമാവ് ഹൈഡൽ ടൂറിസം പദ്ധതി, മൂലമറ്റം പവർ ഹൗസ് മാതൃക എന്നീ പദ്ധതികൾ കേവലം കാര്യക്ഷമതയാണ്, മറിച്ച് പ്രദേശവാസികൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്ന പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉണർത്തുന്ന വികസന മാതൃകയാണ്. വടക്കേപ്പുഴ, കുളമാവ് എന്നീ ഹൈഡൽ ടൂറിസം പദ്ധതികളുടെ പ്രവർത്തനങ്ങളുടെ എണ്ണം നിർവഹിച്ചായി സന്തോഷവും അറിയിക്കുന്നു. നമസ്കാരം. ബഹുമാന്യനായ വൈദ്യുതി വകുപ്പ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട കൃഷ്ണചേട്ടൻ, ഹൈഡൽ ടൂറിസത്തിന്റെ ഡയറക്ടർ ഹർഷൽ ആർ മീണ IAS, ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ ശ്രീമതി സജി പി ജോസ്, പ്രിയപ്പെട്ട ഡയറക്ടർ ശ്രീ ആർ സജീവ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ജനപ്രതിനിധികള്, സ്പോർട്സ് കൗൺസിലിന്റെ സ്റ്റേറ്റ് മെമ്പർ ശ്രീ KL, ബഹുമാനിയായിട്ടുള്ള ശ്രീ BD സിനോൻ ഉൾപ്പെടെയുള്ള മെമ്പർമാര്, പ്രിയപ്പെട്ട സ്നേഹിതരെ, സുഹൃത്തുക്കൾ, മൂലമറ്റത്തെ സംബന്ധിച്ച് മാത്രമല്ല കേരളത്തെ സംബന്ധിച്ച് ഊർജ രംഗത്ത് മൂലമറ്റം അറിയപ്പെടുന്നത് തന്നെ ഈ നാടിനാകെ വെളിച്ചം കൊടുക്കുന്ന ഒരു നാട് അല്ലെങ്കിൽ ഒരു പ്രദേശം നിലയില്ല. ഭൂഗർഭ വൈദ്യുതി നിലയം നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സംരംഭമാണ്. അപ്പൊ അത് കാണുവാനും അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും സാധാരണക്കാരുമില്ല. അതിന് അവസരം കിട്ടണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ സാങ്കേതികമായും ഇന്നത്തെ സാഹചര്യത്തില് സെക്യൂരിറ്റി ഇഷ്യൂ എല്ലാം പരിഗണിക്കുമ്പോൾ ആൾക്കാരെ അതിൽ പ്രവേശിപ്പിക്കാൻ അസാധ്യമായി തോന്നും. എന്നാൽ ജൂബിലി വർഷമാണ് ഈ പദ്ധതിയെ സംബന്ധിച്ച്. ജൂബിലി വർഷത്തില് ഇത്തരത്തിൽ ഒരു സംരംഭത്തിന് നേതൃത്വം കൊടുക്കാൻ ഏകദേശം KSEBയുടെ കയ്യിൽ നിന്ന് 1.5 ഏക്കറോളം സ്ഥലം ഹൈഡൽ ടൂറിസത്തിന് വിട്ടു നൽകി അതിന് ഒരു മാതൃക, ഒരു മിനിയേച്ചർ തീർക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള വലിയ സംരംഭം
നമ്മുടെ ടൂറിസം സാധ്യതകൾക്കും അതോടൊപ്പം നാടിന്റെ വികസനത്തിനും വലിയ തോതിലുള്ള ഗുണം ചെയ്യും. സർവോപരി മൂലഘട്ടത്തിന്റെ മുഖച്ഛായ മാറും. ആയിരക്കണക്കിന് ആൾക്കാരായിരിക്കും അനുദിനമായി ഇവിടെ വരികയും ഇത് കാണാനും ഇതിന്റെ ഭംഗി ആസ്വദിക്കുവാനും മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് എത്തിച്ചേരുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഈ ബഡ്ജറ്റിൽ നമ്മൾ കൊണ്ടുവന്ന നാടുകാണിയിലേക്കുള്ള കേബിൾ കാർ സിസ്റ്റം. അത് മൂലഘട്ടത്തിൽ നാടുകാണിയിലേക്കാണ്. അതിന് പഠനത്തിന് വേണ്ടി 29 ലക്ഷം രൂപ അനുവദിച്ചു കൊടുത്ത് അതിന്റെ പ്രവർത്തികൾ ആരംഭിച്ച് പഠനം നടക്കുന്നു എന്ന് മാത്രമല്ല, ബഡ്ജറ്റിൽ വീണ്ടും 3 കോടി രൂപയും കൂടി വകയിരുത്താനായിട്ട് സാധിച്ചു. ഇത്തരത്തിലുള്ള മെഗാ പ്രോജക്ട്സുകൾ അതോടൊപ്പം KSBയിൽ നിന്ന് നമുക്ക് വളരെ നല്ല നിലയിലുള്ള സഹകരണം എക്കാലത്ത് ലഭിച്ചു. പ്രിയപ്പെട്ട മന്ത്രി കൃഷ്ണമൂർത്തിയോടും ബോർഡ് ചെയർമാനോടും അതോടൊപ്പം തന്നെ ബോർഡ് അംഗങ്ങളോടും എല്ലാം നമുക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഇക്കാര്യത്തിൽ ക്രിമിറ്റോറിയത്തിന്റെ ആവശ്യം ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ ട്രസ്റ്റി സബ് ട്രസ്റ്റി പ്രവർത്തിക്കുന്നതിന് സബ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങളെ കുറിച്ചുള്ള പ്രശ്നമുണ്ടായി. ഇക്കാര്യങ്ങൾക്കെല്ലാം അവരുടേതായ പിൻബലം നമുക്ക് നൽകിക്കൊണ്ട് സ്ഥലം വിട്ടുതരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ സ്ഥലം നേരത്തെ നമുക്ക് വിട്ടുവന്നിരുന്നു. അപ്പൊ ആ നിലയിലെല്ലാം ടൂറിസ്റ്റ് രംഗത്ത് വലിയ മാറ്റം ഉണ്ടാകുമ്പോൾ മൂലഘട്ടത്ത് വന്ന് ഇത്തരം കാര്യങ്ങളെല്ലാം ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതോടൊപ്പം തന്നെയാണ് കൊളമാവ് ഡൈവേർഷൻ സ്കീം. അവിടെ നമ്മൾ ആ ടൂറിസം പദ്ധതിക്ക് തുറക്കം കൊടുക്കുക. ഡാം കഴിഞ്ഞ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മിനി പാർക്ക് വരുന്നവർക്ക് അല്പസമയം വന്ന് വിശ്രമിക്കുവാനും ഒക്കെ ഉതകുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ. അപ്പൊ വരുന്ന ആൾക്കാർക്ക് സ്വദേശ വിദേശ സഞ്ചാരികൾക്ക് നമ്മുടെ നാടിനെ മനസ്സിലാക്കുവാനും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ തരത്തിലും എത്തിച്ചു കൊടുക്കുന്നതിനും ശ്രദ്ധാപൂർവമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തി വരുന്നത്. അവിടെ ഇതൊരു അർപ്പണം പഞ്ചായത്തിൽ നമ്മൾ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മെഗാ ടൂറിസം പ്രോജക്ട്സ് നമുക്ക് 20-ാം തീയതി കൂടി അല്ലെങ്കിൽ 25 ഇടയ്ക്കായിട്ട് ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം 116 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അതിന്റെ പ്രവർത്തികൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന നമ്മുടെ വുഡ് പാലസ് ഹോട്ടലിന് എതിർവശത്ത് ഒരു ചെക്കിടാവും ആ ഇപ്പൊ നൽകി കാണുന്ന പ്രദേശത്തെ മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് 6 കോടി രൂപയും കൂടി അനുവദിക്കുക. അപ്പൊ അങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾ, നിരവധിയായ റോഡുകൾ, ഇപ്പൊ മണപ്പാടി പാലം 6 കോടി രൂപ 6.5 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ AKG പാലം സാങ്കേതികമായ ചില തകരാറുകൾ നിൽക്കുന്നെങ്കിലും അത് പരിഹരിച്ചതിന് പണി നമുക്ക് ആരംഭിച്ചു പോകേണ്ടതുണ്ട്. AKG പാലം തീരുന്നത് തന്നെ ഈ പ്രോജക്ട് വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. അവിടെയാണ് ഇതിന്റെ ഏറ്റവും പ്രയോജനകരമായ ഒരു സാഹചര്യം നമുക്ക് രൂപപ്പെടുത്താനായിട്ട് കഴിയുന്നത്. കാഞ്ഞാറ് മണപ്പാടി വഴിയുള്ള റോഡ് BMTC നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനാവശ്യമായ നടപടി നമ്മൾ സ്വീകരിക്കുക. അങ്ങനെ നമ്മുടെ പ്രദേശത്തിന്റെ മൂലഘട്ട കോട്ടമണ്ണ റോഡിന്റെ പ്രവർത്തികൾ നമ്മൾ ആരംഭിച്ചു. അങ്ങനെ ചെറുതും വലുതുമായ കാര്യങ്ങൾ കാഞ്ഞാറിൽ നിന്ന് പുള്ളിക്കാരൻ റോഡിന് 32 കോടി രൂപ CRF ഫണ്ട് ഗവൺമെന്റ് അഷ്വർ ചെയ്യുന്ന റോഡുകളാണ് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ഫണ്ട് അനുവദിച്ചു നൽകുന്നത്. അത് പണി പൂർത്തിയാക്കി നമ്മൾ കൊടുക്കുമ്പോഴാണ് ഫണ്ടിന്റെ അലോക്കേഷൻ. അപ്പൊ ആ നിലയിൽ ചെറുതും വലുതുമായ ധാരാളം കാര്യങ്ങൾ നമുക്ക് രൂപപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന സ്ഥിതിയുണ്ട്. എല്ലാവരുടെയും പിന്തുണയും പിൻബലവും ഇക്കാര്യത്തിൽ ലഭിക്കുന്നുണ്ട്. ഞാൻ എന്റെ വാക്ക് പ്രസംഗിക്കട്ടെ. ക്യാബിനറ്റിന്റെ പ്രധാന ചടങ്ങാണല്ലോ, നമുക്ക് ആ സമയത്ത് തന്നെ അതിൽ പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും വളരെ പെട്ടെന്ന് ഇത്രയും ആൾക്കാർ ഇവിടെ കൂടി ഒഫീഷ്യലായിട്ടാണെങ്കിലും ഈ ഭൂമി കൈമാറുന്ന ഈ ചടങ്ങ് പങ്കെടുക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം എനിക്കുമുണ്ട്. നമ്മുടെ നാടിന്റെ വികസനത്തില് മൂലഘട്ടം, കൊടയത്തൂർ ഉൾപ്പെടുന്ന നമ്മുടെ വെള്ളിയാമറ്റൂർ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് നമുക്ക് ഒരു ഗവൺമെന്റ് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അവസരത്തെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ നടപ്പിലാക്കി കൊണ്ടുപോകാൻ BOT സ്കീമിലായതുകൊണ്ട് ഇമ്മീഡിയറ്റ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാവിധമായ ആശംസകൾ, പ്രത്യേകിച്ച് ഹൈ ടൂറിസ്റ്റ് ഡയറക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ശ്രീ സജീവൻ, ഇവരെല്ലാവരും വളരെ നല്ല നിലയിൽ ഇക്കാര്യങ്ങളിൽ സജീവൻ നേരത്തെ തന്നെ ഇവിടെ നമ്മളൊക്കെ വന്നിരുന്നു. ജനറേഷൻ സ്റ്റീൽ ഇലക്ട്രിക്കൽ ആൻഡ് KSBയുടെ ഡയറക്ടറാണ്. നേരത്തെ തന്നെ ഡാം സേഫ്റ്റിയുടെ ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെ ഞങ്ങൾ സ്ഥലമെല്ലാം നേരത്തെ പോയി സന്ദർശിച്ചതാണ്. അവരുടെ എല്ലാ സാന്നിധ്യം വളരെ നമുക്ക് സന്തോഷകരമാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വിളിച്ചിരുന്നു. ഇന്ന് ഒഫീഷ്യലായിട്ട് മീറ്റിംഗ് നടക്കുന്നത് വരാൻ കഴിയില്ല. അവര് ഇതിലെ ഒന്നാണ് കടന്നു പോയത്. പഞ്ചായത്ത് പ്രസിഡന്റും അവിടെ വന്നിട്ടാണ് കടന്നു പോയിട്ടുള്ളത്. എല്ലാവരുടെയും സഹകരണത്തിന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഏറെ സന്തോഷത്തോടെ എന്റെ വാക്കുകൾ പ്രസംഗിക്കട്ടെ. സമയബന്ധിതമായ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്ര ഡിപ്പാർട്ട്മെന്റ്, പ്രത്യേകിച്ച് ഹൈലൈറ്റ് ടൂറിസ്റ്റ് ഡയറക്ടർ വളരെ സജീവമായി കാര്യങ്ങളിൽ നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. ഇടുക്കിയിലെ ലേസർ ഷോ നമ്മുടെ ഏഷ്യയിലെ തന്നെ ഇത്രയും വലിയ ഒരു പ്രവർത്തനത്തിൽ, ഒരു ക്യാർച്ചറാമിന്റെ പ്രവർത്തനത്തിൽ ഒരു ലേസർ ഷോ സംവിധാനം എത്ര മനോഹരമായിരിക്കും. ആ നിലയിലില്ല ഇന്ന് തന്നെ തുടക്കം നിൽക്കുന്ന പദ്ധതി എല്ലാ തരത്തിലും വിജയകരമാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എന്റെ വാക്ക് പ്രസംഗിക്കുന്നു. നന്ദി.
സുഹൃത്തുക്കൾ, KSCB-യുടെ ഇതിന്റെ സഹപ്രവർത്തകർ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിന്റെ ആദ്യം ഒരു 2024 9-ാം മാസമാണ് ഇതിന്റെ ആദ്യത്തെ മീറ്റിംഗ് ഇവിടെ വെച്ച് തന്നെയായിരുന്നു കൂടിയത്. അന്ന് ബഹുമാനപ്പെട്ട റോഷിക് സാർ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുഹൃത്ത് സാറും ഒക്കെ അതിൽ പങ്കെടുത്തു. അതൊരു അന്നായിരുന്നു തുടങ്ങിയത്. കാരണങ്ങൾ നമുക്ക് ഈ പൗരോസിന്റെ അകം കാണുന്നതിന് പൊതുജനങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം നമ്മൾ അനുവാദം കൊടുക്കുന്നില്ല. പക്ഷേ അപ്പം എല്ലാവർക്കും ഇത് കാണുകയും വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് ശ്രീ റോഷി സാറിന്റെ ഒരു മാത്രമല്ല നമ്മുടെ നാടിന്റെയും ഒക്കെ